الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നശ്വരമായ ജീവിതത്തിൽ നാം ഭൗതികമായ ചിന്തകളാൽ കുറച്ചു നാളത്തെ ജീവിതം നാം ഭൂമിയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് പുലരി ഉദിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്നുകിൽ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് രീതിയിലുള്ള മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ സായം സന്ധ്യകളിലും അതുപോലെ തന്നെ ഉച്ചയ്ക്കും എല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം ദുഃഖിപ്പിക്കുന്നതായ വാർത്തയാണ് ഇന്ന് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ന് നാം അത് കേൾക്കുമ്പോൾ ഒരു പുത്തരിയല്ലാത്ത രീതിയിൽ ഏതെല്ലാം വിധേനയാണോ, ഏതെല്ലാം മാതൃകയിലാണോ, ഏതെല്ലാം രീതിയിലാണോ ഇന്ന് മർഡറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുകുട്ടി മുതൽ വയോവൃദ്ധൻ വരെ ഇന്ന് കൊലപാതകത്തിന്റെ കാര്യത്തിൽ പിന്നിലല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മതങ്ങളോ വർണ്ണങ്ങളോ ബന്ധങ്ങളോ ഒന്നും തടസ്സമാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിതാവിനെ, കുട്ടികളെ, ഭാര്യമാർ, മക്കൾ എന്ന് വേണ്ട മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിൽ?
ആരാണ് ഇതിന്റെ പിന്നിൽ പ്രചോദനം നൽകുന്നത്? എങ്ങനെയാണ് ഈ മനസ്സ് ഇത്തരണത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും ചിന്തകൾ ഇട്ട് വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആ ജന്മശത്രുവായ പിശാച്, അവൻ തോന്നിപ്പിക്കുന്ന നീച പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ കൊലപാതകങ്ങൾ സാർവത്രികമായി നടമാടുന്നത്. ഒരു ദൈവികമായ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവുമായി അല്ലെങ്കിൽ തന്റെ ദൈവവുമായി ഈശ്വരനുമായി അടുത്ത ബന്ധമുള്ള ആരും തന്നെ ഇത്തരണത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു രീതിയിൽ നോക്കിയാലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യനും ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യാൻ അവന്റെ മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അറിവ് എന്ന് പറയുന്ന വസ്തുത തീർച്ചയായും നമ്മൾ അറിവ് നേടിയിരിക്കണം. ഏതെല്ലാം രീതിയിലുള്ള അറിവുകൾ ഇന്ന് നേടാൻ പറ്റുമോ ആ അറിവുകൾ നമ്മൾ വിദ്യാസമ്പന്നത അത് നമ്മൾ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ, നേടിക്കൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും പിതാവിനെ പിതാവായി കാണാനും മാതാവിനെ മാതാവായി കാണാനും ഒരു മകൻ ഒരു പിതാവിനോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു പിതാവ് മകനോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്നും ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നും അതുപോലെ തന്നെ മനുഷ്യൻ കമ്മ്യൂണിറ്റിയോട് സമൂഹത്തോട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അനുവർത്തിക്കേണ്ടതെന്നും എന്തെല്ലാം രീതിയിലുള്ള കടപ്പാടുകൾ വേണമെന്ന് പഠിപ്പിക്കുന്നതും മതപരമായ അറിവാണ്. സഹോദരങ്ങളെ, മതപരമായ അറിവുകൾ പഠിക്കുവാൻ മദ്രസകൾ തലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഏതെങ്കിലും ആത്മീയ പാഠശാലകളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥമായ ആത്മീയമായ അറിവാണ് അവൻ കരഗതമാക്കിയതെങ്കിൽ, അത് കരസ്ഥമാക്കിയതെങ്കിൽ അത്തരണത്തിൽ ആ പ്രതിഫല ആ ഒരു വിദ്യാഭ്യാസം കൊണ്ടല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ആ ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് തീർച്ചയായും അവൻ നന്മയിലേക്കാണ് പോകുന്നത്, തിന്മയിലേക്ക് ഒരിക്കലും പോകുകയില്ല. നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താണ് ഉണ്ടായത്? ഒരു മകൻ 5 പേരെയാണ് മൃഗീയമായി കൊലപ്പെടുത്തിയത്. എന്തിന്റെ പേരിൽ? കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ, സാമ്പത്തികമായ ഇടപാട്, വീടുകളിൽ പ്രശ്നങ്ങളാണ്, സാമ്പത്തികമായ പ്രതിസന്ധികളാണ്. അതിൽ നിന്ന് തരണം ചെയ്യുവാൻ പിശാചിന്റെ തോന്നലുകൾ മുഖേന ആ മനുഷ്യനത, ആ കുട്ടി എന്ന് പറഞ്ഞ യുവാവായ മനുഷ്യൻ ജീവിതം എന്തെന്ന് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് അവൻ കാലെടുത്ത് വെക്കുക പോലും ചെയ്തിട്ടില്ല. അത്തരണത്തിൽ യുവത്വത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യനത ഒരു കുടുംബത്തിലുള്ള, അതുപോലെ തന്നെ അദ്ദേഹം സ്നേഹിച്ചു കൊണ്ടിരുന്ന കാമ്പി ഉൾപ്പെടെയുള്ളവരെ നിഷ്കരണം വധിച്ചു. ഇപ്പോൾ മാനസികമായ ഭ്രാന്തി കടിമയാണ് എന്നാണ് പറയുന്നത്. ഇത്തരണത്തിൽ ആരെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ മാതാവ് കൊല്ലുന്നതിന് മുമ്പ് വരെ അവൾക്ക് മാനസികമായ രോഗമില്ല. എങ്ങോട്ടാണ് നിയമം പോകുന്നത് സഹോദരന്മാരെ? പോലീസ് ജുഡീഷ്യറിയൊക്കെ പോകുന്നത് എങ്ങോട്ടാണ്? തെറ്റുകൾ ചെയ്തു കൊടുക്കുവാനുള്ള പ്രേരണയാണ്. ഒരു മനുഷ്യനെ വധിച്ചു കഴിഞ്ഞാൽ അവനെ മന്ദബുദ്ധി
മന്ദബുദ്ധിയായിട്ടോ അല്ലെങ്കിൽ മാനസിക അസുഖമുള്ളവനോ ലഹരിക്ക് അടിമപ്പെട്ടവനോ ആയി മുദ്ര കുത്തുകയാണ്. ഇതൊരു വരുന്ന തലമുറ കാണുമ്പോൾ അവൻ തോന്നുകയാണ്, ഞാൻ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലഹരിക്കടിമയാണെന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തുമാകാമെന്നുള്ളൊരു തോന്നലിലൂടെ ഇത്തരണത്തിലുള്ള നിയമങ്ങൾ ഭൂമിയിൽ നിയമപാലകന്മാരുടെ അടുക്കൽ നിന്നും സപ്പോർട്ടുകൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്രവർത്തനം, ഈ ഒരു പ്രവണത, ഈ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഈ നിയമങ്ങൾക്ക് സാധിക്കില്ല സഹോദരന്മാരെ. അതിനെ ആനുകൂല്യമായി വർദ്ധിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരണത്തിൽ ആരെല്ലാം കൊലപാതകം നടത്തുന്നുണ്ടോ ഇതിന്റെ മുന്നിലുള്ള ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വേണം. അവൻ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവൻ ആഹാരം കഴിച്ചിരുന്നു, കൂട്ടുകാരുമായി സഹവസിച്ചിരുന്നു, എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം അവൻ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ മാനസികമായ വിഭ്രാന്തി കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അവനെ മുദ്ര കുത്താം. അല്ലാതെ ഒരു കൊലപാതകം നടത്തി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവനെ മുദ്ര കുത്തുകയാണ്. എന്നാൽ ഇത് തോന്നിക്കുന്നത് പിശാചാണ്, പൈശാചികമായ ചിന്തയാണ് ഈ ചെറുക്കന്റെ പിന്നിൽ. അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മുന്നിൽ പിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. പിശാചുണ്ടല്ലോ, ഇബ്ലീസ് പല തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് മനുഷ്യനെ നശിപ്പിക്കുവാനും നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുവാനും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ രീതിയിലുള്ള ഏതെല്ലാം രീതിയിലുള്ള വഴികളുണ്ടോ ആ വഴികളെയെല്ലാം മനുഷ്യന്റെ മുന്നിലേക്ക് തുറന്നു കൊടുത്തുകൊണ്ട് മനുഷ്യൻ പാപങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യൻ നരകത്തിലേക്ക് പോകുവാൻ വേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതായ ശക്തികളിൽ ഒന്നാണ് പിശാച്. ലഅനത്തുല്ലാഹി അലൈഹി, ശപിക്കപ്പെട്ടവൻ. തീർച്ചയായും ദൈവത്തെ ധിക്കരിച്ച അവൻ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വായിനെയും പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്തേക്ക് ചാടിപ്പിച്ച അവൻ സ്വർഗീയമായ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചിരുന്നതായ ആദമിനെയും ഹവ്വായിനെയും ആ സ്ഥലങ്ങളിൽ നിന്നും ദൈവിക ധിക്കാരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ഇബ്ലീസ് എന്ന് പറയുന്നതായ പിശാച്, അവൻ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായി, ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു ജീവിയായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ആദമിനെയും ഹവ്വായിനെയും ദൈവികമായ ചിന്തകളിൽ നിന്നും മാറ്റി ദൈവധിക്കാരം ചെയ്തതിന്റെ ഫലമായി അല്ലാഹു അവരെ ശപിച്ചു. അറിയാം, വളരെയധികം ആവർത്തി കേട്ട് കഴിഞ്ഞ സംഭവമാണ് ആദമിന്റെയും ഹവ്വായിന്റെയും ചരിത്രങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, സദാ സമയം തന്റെ റബ്ബുമായിട്ട് ഹൃദയത്തെ എന്ത് ചെയ്യണം? കേന്ദ്രീകരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും തന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കണം. നമുക്കതിനെ കുറിച്ചുള്ള ചിന്തയില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും മൂകതയാണ്. നമ്മുടെ മനസ്സിലെപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്റെ റബ്ബിനോടുള്ള അടുപ്പം ദൂരെയാകുമ്പോഴാണ്. തീർച്ചയായും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഇന്ന് മനുഷ്യന് സന്തോഷമില്ല, എപ്പോഴും ബുദ്ധിമുട്ടുകളുമായി മുന്നോട്ട് പോകുകയാണ്. വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ്, എപ്പോഴും മനസ്സിന് ഒരു സുഖമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പോകുന്നത്? തന്റെ റബ്ബിൽ നിന്നും അകലുന്നത് കൊണ്ടാണ്. തീർച്ചയായും സൃഷ്ടാവിൽ നിന്ന് അകലുമ്പോൾ അല്ലാഹും അകലുന്നതാണ്. പടച്ച തമ്പുരാനിലേക്ക് ഒരു മനുഷ്യൻ അടുത്താൽ അല്ലാഹും അവനിലേക്ക് അടുക്കുന്നതാണ്. അത്തരണത്തിൽ മനസ്സിനെ അടുപ്പിച്ചു കഴിയുമ്പോൾ
ഭൗതിക ലോകത്തുള്ളതായ സമ്പത്തിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വിഷമങ്ങളെല്ലാം മറന്നു പോകുകയാണ്. വീട്ടിലുണ്ടാകുന്ന കലഹങ്ങളതാ അവനതിലേക്ക് മുഖം തിരിക്കാതെ, അതിലേക്ക് ശ്രദ്ധിക്കാതെ, പിതാവിന് സമ്പത്തില്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ അവൻ ക്ഷമിക്കുകയാണ്. ദൈവികമായി അള്ളാഹുമായി അടുത്തു കഴിയുമ്പോൾ പക്ഷേ ഇതെന്തേ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്. അതിന്റെ പരിണിതമായ ഫലമാണ് ഇന്നലെ നടന്നതായ, കഴിഞ്ഞ ദിവസം നടന്നതായ കൊലപാതകം. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുത്തിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ, ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ പാടില്ല, അത് എത്രത്തോളം എന്നാൽ തന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ മാതാവിനെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല, മാതാവിന് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും എന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല, എന്റെ മാതാവിനെ മനസ്സുകൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെയാണോ പ്രഹരങ്ങൾ അവൻ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്. മാതാപിതാക്കൾക്ക് അതെല്ലാം പ്രശ്നങ്ങളിലായിരിക്കും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്നോണം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവനതിൽ ഇടപെട്ടില്ല. വലുതായപ്പോൾ അതാ ഇവനെല്ലാം കേൾക്കുകയാണ്. ഇവൻ ഇങ്ങനെ കേട്ട് 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 മാതാവും പിതാവും വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്നാൽ നമുക്കൊന്നും വേണ്ട, എല്ലാം നശിപ്പിച്ചേക്കാം, കേട്ട് കേട്ട് മടുത്തു എന്നുള്ള ചിന്തയിൽ ആകാം ആ ചെറുക്കൻ ഒരു പക്ഷേ ഇതിലേക്ക് പോയത്. പക്ഷേ ആ കുട്ടി ചെയ്തത് തീർച്ചയായും 110% പിശാചിന്റെ പ്രേരണയാൽ മനസ്സിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് ചീത്ത ചിന്തകളുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ്. അപ്പൊ സ്വമേധയാ തീരുമാനമെടുക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൻ തീരുമാനമെടുക്കുന്നത്. അവന്റെ തീരുമാനം ശരിയെന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ഇബ്ലീസ് അത് തോന്നിപ്പിച്ചു കൊടുക്കൂ. ഒരു നിമിഷം അവൻ മതപരമായ അറിവ് പഠിച്ചവനായിരുന്നെങ്കിൽ തന്റെ മാതാവിനോട് എങ്ങനെ പെരുമാറണമെന്നും സമ്പത്ത് ആരാണ് തരുന്നതെന്നും സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്നും അതെങ്ങനെയാണ് മനുഷ്യന്റെ കൈകളിലേക്ക് ചെല്ലുന്നതെന്നും ആരാണിത് തരുന്നതെന്നും അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷേ മതപരമായ അറിവുകൾ എത്രത്തോളം ഒരു മനുഷ്യനെ എത്തിക്കാൻ പറ്റുമോ? തീർച്ചയായും മതപരമായ അറിവുകളുടെ കേട്ടാൽ മാത്രം പോരാ, അത് ഹൃദയത്തിൽ ഉറപ്പിക്കൽ അത്യാവശ്യമാണ്. ഇന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കാൻ ചെന്നാൽ വിദ്യാഭ്യാസമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. BEd ആണ് പെൺകുട്ടി, BCom ആണ് പെൺകുട്ടി, MBA ആണ് പെൺകുട്ടി. ചെറുക്കൻ ചോദിക്കുമ്പോൾ എന്തോരം വിദ്യാഭ്യാസമുണ്ട്? സഹോദരന്മാരെ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്, വളരെയധികം ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. ദറസിൽ ഓതി പഠിച്ചതായ ഒരു പയ്യനുണ്ടല്ലോ, ഇൽമ് എന്ന് പറയുന്നതായ അല്ലാഹുവിന്റെ മതപരമായ അറിവ് പഠിച്ച ഉഖ്റവിയായ ഒരു മനുഷ്യന് വിദ്യാഭ്യാസം കുറവാണ്. ആലോചിച്ചു നോക്കണം, അവൻ +2 വരെ പഠിച്ചിട്ടുണ്ടാകുള്ളൂ, പക്ഷേ 10ാം ക്ലാസ് വരെ അവൻ പഠിച്ചിട്ടുണ്ടാകുകയുള്ളൂ. അവൻ വലിയ ബിസിനസ്മാനാണ്, അവൻ നല്ല ബിസിനസ് ഉള്ളവനാണ്, അവന്റെ കുടുംബത്തിൽ സമ്പത്തുണ്ട്, കുടുംബ മഹിമയുണ്ട്, അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവൻ ഉയർന്ന ഒരു പശ്ചാത്തലമുള്ളവനാണ്, അതുപോലെ നല്ല കുടുംബം, നല്ല അതുപോലെ തന്നെ എന്തെല്ലാം നല്ല ക്യാരക്ടറുകളുണ്ടോ അതൊന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല. നേരെ നോക്കുന്നത് എന്തോരം പഠിച്ചു, BEd ആണോ BCom ആണോ? ഞാനിത് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ചെറുക്കന്റെ വിദ്യാഭ്യാസമാണ് അവിടെ മുൻതൂക്കം. അവൻ എത്തരണത്തിനുള്ളവരായിക്കൊള്ളട്ടെ, കള്ളുകുടിയനായിക്കൊള്ളട്ടെ, കഞ്ചാവിനടിമയായിക്കൊള്ളട്ടെ, ഏതൊരു രീതിയിലുള്ള കാര്യം അവൻ ചോദിക്കുന്നില്ല. വിദ്യാഭ്യാസമുണ്ടോ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, BEd ആണോ? നമുക്ക് ഓക്കെ. MBA ആണോ? നമുക്ക് ഓക്കെയാ. പെണ്ണിന്റെ വീട്ടുകാർ പറയുകയാണ്, എന്നാൽ ഈ കുട്ടി
മതപരമായ അറിവ് നേടിയവനാണോ, അവന്റെ ജീവിത പശ്ചാത്തലം, അവന്റെ കുടുംബ പശ്ചാത്തലം ദീനിയാണോ, അതുപോലെ തന്നെ ഒരു പെണ്ണിനെ പൊറ്റുവാനുള്ള ആസ്തിയുണ്ടോ, അവന് കഴിവുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മതപരമായ അറിവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ കുടുംബ ജീവിതം വളരെയധികം വിജയപ്രദമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, എത്ര വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന കുടുംബങ്ങൾ എത്രയോ ശിഥിലമായ സംഭവങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ദുനിയാവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിലുള്ള രണ്ടുപേരും നരകത്തിലേക്ക് പോകുകയാണ്. ദീനുമില്ല. കുറച്ചു കഴിയുമ്പോൾ അവരുടെ തലമുറകൾ മുഴുവൻ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ വെറും അനിസ്ലാമികമായ രീതിയിലുള്ള പശ്ചാത്തലങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതായി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അപ്പോൾ കൈകടിക്കും. എന്റെ മോളെ വിദ്യാഭ്യാസമുള്ളവരെ കെട്ടിച്ചു കൊടുത്തു എന്നൊരു പിതാവ് പറയുന്ന അവസ്ഥയിലേക്ക് ലോകം പോകുമെന്ന് യാതൊരു സംശയവുമില്ല സഹോദരന്മാരെ. നിസ്കാരവുമില്ല, പള്ളിയുമില്ല, പട്ടക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊന്നും പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും ഭൗതിക ലോകത്ത് ജീവിക്കുക. ഒരു വട്ടം പോലും അല്ലാഹുവിന് സുജൂദ് ചെയ്യാത്തൊരു യുവാവാണെങ്കിൽ അവൻ ബിഎഡ് ആണോ, അത് മതി. അവൻ MBA ആണോ, അത് മതി. പക്ഷേ പള്ളിയുടെ അങ്കണത്തിലേക്ക് അവന്റെ കാലം എടുത്ത് വെച്ചിട്ടില്ല. സുമുഖനാണ്, കാണാ സുമുഖനാണ്, കാറുണ്ട്, BMW എന്ന് വേണ്ട, ഫോർച്യൂൺ, ഏതെല്ലാം കാറുകളുണ്ടോ എല്ലാ സാധനവും അവനുണ്ട്. പക്ഷെ അവൻ പള്ളിയിലേക്ക് പോകുന്നില്ല. ഒരു വഖത്ത് പോലും പള്ളിയിൽ നമസ്കരിക്കാതെ മുഹമ്മദ് എന്നോ ഇബ്രാഹിം എന്നോ യൂസുഫ് എന്നോ യൂനുസ് എന്നോ പേര് കാണും. പക്ഷേ അവന് ദീനുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ ഭൗതിക ലോകം കിട്ടി. ആഖിറത്തിലേക്ക് എന്താണ് സഹോദരന്മാരെ? ദീനുള്ള ഒരു പെണ്ണിനെയാണ് കണ്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ പെണ്ണും ദീനിൽ നിന്ന് മാറി, അവളും ആ ഇസ്ലാമികമായ ചട്ടക്കൂട്ടത്തിൽ നിന്ന് മാറി വെറും മോഡലിസ്റ്റ് ആയിട്ട് പർദ്ദയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് ദീനുള്ള കുടുംബത്തിലെ പെണ്ണ് പോലും പോകുമെങ്കിൽ യാതൊരു സംശയവുമില്ല ഇന്ന് പല കുടുംബങ്ങളിലും ഇത് കാണുന്നുണ്ട്. പക്ഷേ അവര് പുറത്തു പറയില്ല. വിദ്യാഭ്യാസത്തിന് തൂക്കം, ആവശ്യത്തിന് വിദ്യാഭ്യാസം നൽകൽ അനിവേശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ ഓവറായാൽ അത് അപകടം തന്നെയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളങ്ങ് മരണപ്പെട്ടു പോകും, വരുന്ന തലമുറകളുണ്ടോ അവരനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ വിദ്യാഭ്യാസത്തെ തീർത്തും താഴ്ത്തുന്നതല്ല. വിദ്യ നല്ലതാണ്, പക്ഷേ ദീനുള്ള കുടുംബവുമായി ബന്ധപ്പെടണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ ചെറുക്കൻ ഒരു ദീനിയായ വിദ്യാഭ്യാസ ചട്ടക്കൂട്ടിലാണ് അവൻ വളർന്നു വന്നിരുന്നതെങ്കിൽ സ്വന്തം ഉമ്മയെ അവൻ കൊല ചെയ്യില്ല, സ്വന്തം സഹോദരനെ അവൻ കൊല ചെയ്യില്ല. അതിലേറ്റവും അറിഞ്ഞേണ്ടതായ ഒരു വസ്തുത എന്താണ്? അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു പ്രസ്ഥാനമായ ഒരു മതത്തിന്റെ അനുഭാവിയാണ് ഈ പറയപ്പെട്ട കൊള്ളരുതായ്മ, ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് മറ്റൊരു വസ്തുത. ഒരു മുസ്ലിം കുട്ടിയാണ് ഇത് ചെയ്തത്. മറ്റുള്ളവർക്ക് അത് ചെയ്യൽ എത്രയധികം മാത്രം അവർ ദൈവികമായി അകന്നിട്ടുണ്ട് എന്ന് നമുക്ക് സ്വമേധയാ മനസ്സിലാക്കേണ്ടതാണ്. കാരണം യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു പയ്യനാണ് ഇത് ചെയ്തത് എങ്കിൽ അവന് മതപരമായ അറിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും കൊലപാതകം ചെയ്യുന്നവൻ സ്വർഗത്തിലല്ല. അല്ലാഹു നൽകിയതായ ഒരു റൂഹിനെ, അല്ലാഹു നൽകിയതായ ഒരു ആത്മാവിനെ മറ്റൊരുത്തന് കളയുവാൻ അവകാശമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്നേ രീതിയിലല്ലാതെ ഒരു മനുഷ്യന്റെ റൂഹ് എടുക്കുവാൻ, ഒരു മനുഷ്യന്റെ ജീവൻ കളയുവാൻ അവകാശമില്ല. ഒന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ വധിക്കാം. അതുപോലെ തന്നെ അകാരണമായ ഒരു മനുഷ്യൻ മറ്റൊരാളെ വധിച്ചു കളഞ്ഞാൽ ആ വധിച്ചവനെയും വധിക്കാം. പിന്നെ ഒന്ന് വ്യഭിചാരിയായ വിവാഹം കഴിച്ചവളെ ഹദ് എന്നുള്ളതായ രീതിയിൽ ഈസാ നബിയുടെ അലൈഹിസ്സലാമിന്റെ കാലത്തും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തും ശരീഅത്ത് നടപ്പിലാക്കുന്നതായ രാജ്യത്ത് എറിഞ്ഞു കൊല്ലാം. ഈ രീതിയിലുള്ള മൂന്ന് രീതിയിലുള്ള കൊലപാതകങ്ങൾ വധിക്കൽ മാത്രമേ
അള്ളാഹുവിന്റെ നിയമത്തിലുള്ളൂ. അല്ലാതെ ആര് എങ്ങനെ വധിച്ചാലും തെറ്റ് തന്നെയാണ് സഹോദരന്മാരെ. തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കണം. ഒരു വേള നമ്മൾ മനസ്സിലാക്കണം, ഇനിയും നമ്മൾ ദീനുമായി ബന്ധപ്പെടണം. ദീനീയായ ചട്ടക്കൂട്ടിൽ വളരുവാൻ സ്വമേധയാ നാം ശ്രമിക്കുകയും നമ്മുടെ മക്കളെ അത്തരണത്തിൽ നമ്മൾ അവർക്ക് തർബിയത്ത് കൊടുത്തുകൊണ്ട്, ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ കുട്ടികളോട് എന്ത് പറഞ്ഞാലും അനുസരണയില്ലാത്ത കാലഘട്ടമായി പോയി. നന്മയുടെ വഴികളിലേക്ക് അവരെ വിളിക്കുമ്പോൾ അവർ ചെവിയിലൂടെ കേട്ട് അത് വെറും പാഴായ വാക്കായി തട്ടിക്കളഞ്ഞുകൊണ്ട് തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യുവതലമുറകളായി, അല്ലെങ്കിൽ ബാലതലമുറകളായി, കുട്ടികളുടെ തലമുറകളായി ഇന്ന് ഈ ഒരു യുഗം മാറിയിരിക്കുകയാണ്. അതാണ് കാലഘട്ടത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹി വതവാസൗ بالحق وتواصوا بالصبر. നല്ലതായ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ല പ്രവർത്തനങ്ങൾ, സ്വാലിഹായ അമലുകളും അതുപോലെ തന്നെ അത്തരണത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടി, ക്ഷമയെക്കുറിച്ചും സഹനതയെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ, അവരല്ലാത്തവരെല്ലാരും പരാജിതരാണ്. പരിശുദ്ധ ഖുർആൻ സത്യത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. ആ സത്യത്തിന്റെ മാർഗത്തിലൂടെ സത്യത്തെ അവലംബിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുക, സ്വാലിഹായ അമലുകൾ ചെയ്യുക. ഇത്തരണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം സമൂഹം അവർ വിജയിച്ചു. അല്ലാത്തവരെല്ലാം നഷ്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഞാനും നിങ്ങളും അത്തരണത്തിൽ നിമിഷങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതായ രീതിയിൽ നാം ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ടൊന്ന് നോക്കിയാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. 60 വർഷം 70 വർഷമെല്ലാം ജീവിച്ചു, വാർദ്ധക്യം പിടിച്ചു, സമ്പാദിക്കാവുന്ന സമ്പാദ്യങ്ങളെല്ലാം അവൻ നേടി. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവന് അമലുകളില്ല. അവനതാ വിരല് കടിക്കുകയാണ്. എന്റെ യുവത്വം ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? എന്റെ യുവത്വം ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ കളഞ്ഞില്ലല്ലോ. എന്റെ യുവത്വം ഞാൻ റബ്ബിന്റെ മാർഗത്തിലായി നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാനത് വിജയിക്കുമായിരുന്നല്ലോ. പക്ഷേ ഞാൻ എന്റെ യുവത്വം ആ ഭൗതിക ലോകത്തിന് വേണ്ടി ഞാനതാ കാഴ്ചവെച്ചു. എന്റെ ജീവിതം ഭൗതിക ലോകത്തിന് വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തി. പടച്ചവനെ, അതാ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ പിടിക്കുവാനായി മലക്കുൽ മൗത്ത് അസ്റായീൽ വരികയാണ്. നമ്മൾ നോക്കണേ, നിലച്ചിരിക്കാത്ത സമയത്താണ് അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഓർഡറുമായി വരുന്നത്. നാം ഓർക്കും നമുക്കിപ്പോൾ മരണമില്ലെന്ന്. ഈ കഴിഞ്ഞ ദിവസം മസ്ഊദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്നും പോകുകയാണ്. മറ്റൊരു ലോകത്തിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് പിടിച്ചുകൊണ്ട് ആ റൂഹിനെ അങ്ങ് കൊണ്ടുപോയി. ഭൗതിക ലോകത്തുള്ള ഓരോ സ്റ്റേജുകളിൽ സംവാദന ചെയ്തുകൊണ്ട് മരണത്തെ കുറിച്ച് ഘോരമായി സംസാരിച്ചു. മരണം നമ്മെ പിടികൂടുമെന്ന് ഈ പറയപ്പെടുന്ന ഞാനുമിതാ പറയുകയാണ്. ഇതുപോലെ ഓരോ ഉസ്താദുമാരും മരണത്തെ കുറിച്ച് പറയുമ്പോൾ ഓരോ മതത്തിന്റെ അനുഭാവികളും മരണത്തെ കുറിച്ചതാ ഘോരമായി സംസാരിച്ചുകൊണ്ട് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ആ സംഭാഷണം എത്തിക്കുകയാണ്. പക്ഷേ ഈ ശബ്ദവും ഒരിക്കലതാ അടഞ്ഞു പോകുകയാണ്. അതാ ആ ഉസ്താദ് ആലിമായിരുന്നു, ദർസ് നടത്തിയിരുന്ന ഒരു സഖാഫിയായിരുന്നു. വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി പ്രസംഗം നടത്തുമായിരുന്നു. പക്ഷേ സമയമെത്തിക്കഴിഞ്ഞപ്പോൾ അല്ലാഹു അതുകൊണ്ട് ആ മനുഷ്യന്റെ, ആ ഉസ്താദിന്റെ റൂഹിനെയതാ മലക്കുൽ മരണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ
ആ മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് കൊന്നുകൊണ്ട് ആ ഉസ്താദിന്റെ റൂഹിനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോയി. പ്രിയമുള്ള മുഅ്മിനേ, ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. ആ ആത്മാവങ്ങ് കൊണ്ടുപോകുകയാണ്. ആ ആത്മാവിനെ പിടിക്കുന്നതായ സമയത്ത് ആത്മാവ് സന്തുഷ്ടനാണ്. സായുജ്യമടയുന്ന ആത്മാവല്ലയോ. കാരണം എന്താണ്? ഇന്നും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആ മസ്ഊദ് എന്ന് പറയുന്നതായ സഖാഫി ഉസ്താദിന്റെ ആ പ്രസംഗങ്ങളതായി ഇന്ന് നമ്മൾ നമ്മുടെ കർണപടത്തിലൂടെ കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് നാം നിസ്കാരത്തിലേക്ക് മറ്റ് സ്വാലിഹായ പ്രവർത്തനങ്ങളും ആ ഉസ്താദിന്റെ സ്പീച്ചിൽ നിന്നുകൊണ്ടതാ നമ്മൾ കേട്ടുകൊണ്ട് ആ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അനുധാപനം ചെയ്തുകൊണ്ട് ആ ഉസ്താദ് പറഞ്ഞതായ അതിന്റെ ആ ഉപദേശത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരു മനുഷ്യൻ വീണ്ടും അതാ ചെല്ലുകയാണ്. പ്രതിഫലം എങ്ങോട്ടാണ്? ആത്മാവിലേക്കാണ്, ആ റൂഹിലേക്കാണ്. ഇന്നിപ്പോ റൂഹിനെ കണ്ടുപിടിച്ചു, ആത്മാവിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കുറേ എന്താ ശാസ്ത്രം? എന്തോന്ന് ശാസ്ത്രം? മനുഷ്യൻ കെട്ടിയുണ്ടാക്കുന്ന കാര്യങ്ങളല്ലയോ ശാസ്ത്രം. ആത്മാവ് റൂഹ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടല്ലയോ മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞനാകണമെങ്കിലും അവൻ ആത്മാവ് വേണം. അവൻ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തണമെങ്കിലും അവൻ ആത്മാവ് വേണം, റൂഹ് വേണം. പിന്നെ ആത്മാവ് ഉണ്ട് എന്ന് ഏത് പൊട്ടനും അറിയില്ലേ? ഇരിക്കട്ടെ സഹോദര, ഇന്ന് നമ്മളതാ ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരമായ അറിവിന്റെ ആ ഒരു ശോചനീയ അവസ്ഥ. മദ്രസയിലേക്ക് കുട്ടികളെ വിടുന്നുണ്ട്. എങ്ങനെയാണ് വിടുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 5ാം ക്ലാസ് വരെ പഠിച്ചു, 6ാം ക്ലാസ് വരെ പഠിച്ചു, 7ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ അതാ മദ്രസയിൽ നിന്ന് മോനെ നീ എത്ര പഠിച്ചടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 7ാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥിയാണ്. പക്ഷേ അവൻ മാതാവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ അറിയില്ല. അവൻ പള്ളിയിലേക്ക് നമസ്കാരത്തിന്റെ ബാങ്കലിക്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്നില്ല. പക്ഷേ എന്താണ് കാരണം? ആ പഠനം കൊണ്ട് വലിയ നേട്ടമുണ്ടായില്ല. മതപരമായി പഠിച്ചിരുന്നു, അവൻ അല്ലാഹു ആരാണെന്ന് പഠിച്ചില്ല, നിയമങ്ങൾ പഠിച്ചില്ല. അത്തരണത്തിൽ മദ്രസയിൽ പോയ ഒരു കുട്ടിയായിരിക്കാം ഈ ചെറുക്കൻ. അതുകൊണ്ടാണ് അവന് നിഷ്പ്രയാസം, നിഷ്കരണം. ഒരു കുടുംബത്തിലെ 5 പേരെ അവൻ, ഒരു കുടുംബത്തിലെ 4 പേരെയും വേറൊരു പെൺകുട്ടിയെയും അവൻ വധിച്ചുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവൻ എന്താണ് ദീനെന്നും അള്ളാഹുവിന്റെ നിയമം എന്താണെന്നും അവൻ മനസ്സിലാക്കാത്തതിന്റെ പരിണിതമായ ഫലമാണ്. യാതൊരു സംശയവുമില്ല. തന്റെ മാതാവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവൻ പഠിച്ചില്ല. ഒരു കൊലപാതകം നടത്തിയാൽ ഉണ്ടാകുന്ന നരകശിക്ഷയെ കുറിച്ച് അവൻ പഠിച്ചില്ല. ഇന്ന് ഇസ്ലാമികമായ സ്പീച്ചുകൾ പറയുമ്പോൾ, ഇന്ന് ഇസ്ലാമികമായ പ്രബോധനങ്ങൾ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവർക്ക് ഭയങ്കര ചൊറിച്ചില, ഭയങ്കര ചൊറിച്ചിൽ. മദ്രസയെ കളിയാക്കുക, അത് കളിയാക്കുക, ഇത് കളിയാക്കുക, മറ്റത് മറിച്ചത്. വർഗീയത മുറ്റിക്കൊണ്ടുള്ള ജീവിതമാണ് ഇന്ന് മനുഷ്യൻ. നന്മയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പറയുന്ന സ്പീച്ച് അല്ലെങ്കിൽ ഇസ്ലാമികമായ ഉപദേശങ്ങൾ 100ൽ 110% ഒരു മനുഷ്യന് നന്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായും തിന്മയെന്ന് പറയുന്ന ഒരു വസ്തു ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ മുസ്ലിമായ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് നമ്മൾ ഇകഴ്കടിക്കുകയില്ല. മറ്റുള്ളവർ പറയുന്നതല്ല ചുമ്മാ എന്ന് പറഞ്ഞിരിക്കുക, മിത്ത്, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നുണകളെല്ലാം വെച്ച് താങ്ങുകയാണ്. നുണകൾ വെച്ച് താങ്ങിക്കൊണ്ട് മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ മനസ്സിലേക്ക് നുണകളെ കുത്തിയിറക്കിക്കൊണ്ട് മനുഷ്യൻ ചീത്ത പിശാചിന്റെ മാർഗത്തിലേക്ക് എത്തിക്കുന്നതായ ആ ഒരു ഘടകങ്ങൾ പലതുണ്ട്. അതിലൊന്നാണ് ഫിലിം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഫിലിം എന്ന് പറയുന്ന നുണക്കഥകൾ. ആ നുണക്കഥയിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്രയധികം വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സെൻസർ ചെയ്യാതെ ഇങ്ങനെ വിടുന്നതായ ഹിന്ദുരാജ്യം ആകാൻ വേണ്ടി ജനങ്ങളൊന്ന് പ്രയത്നിക്കുകയാണ്. അതും ഹിന്ദുരാജ്യം കുറെ പേര് എന്ത് ഹിന്ദുരാജ്യം? ഈ ഹിന്ദു രാജ്യമായി കഴിഞ്ഞാൽ എത്ര നാൾ ഇവിടെ ജീവിക്കും ഈ പറയപ്പെട്ട മനുഷ്യൻ? ഹിന്ദു രാജ്യമാക്കണമെന്ന് പറയുന്നവൻ എത്ര നാൾ ജീവിക്കും? ഇനി ഒരുപക്ഷെ ഹിന്ദു രാജ്യം നാളെ ആയെന്ന് വെച്ചോ, 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞോ, വേണ്ട 5 വർഷം കഴിഞ്ഞോ അവൻ അവിടെ നിന്ന് തീർന്നു.
അവൻ പോകുന്നത് പടച്ച തമ്പുരാന്റെ ലോകത്തിലേക്കാണ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ലോകത്ത് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അവന്റെ സന്നിധിയിലേക്കാണ് ഈ പറയപ്പെട്ട എല്ലാവരും എത്തിച്ചേരുന്നത്. ഏതുവരെ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന യേശുക്രിസ്തു വരെ ചെല്ലുന്ന സ്ഥലം. കാരണം യേശുക്രിസ്തു സത്യമാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഉള്ള കാര്യമാണ്. മറ്റതിനെ കുറിച്ച് നമ്മൾ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് സത്യമാണെന്ന് പറയാൻ കാരണം. ആ പറയപ്പെടുന്ന ഒരു വക വിശ്വാസികൾ ദൈവമായി കാണുന്ന അദ്ദേഹം വരെ ചെല്ലുന്നത് ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ സന്നിധിയിലേക്കാണ്. ഈ അല്ലാഹു, ഈശ്വരൻ, ഈ ദൈവം എന്ന് പറയുന്നതായ അഖില പ്രപഞ്ചത്തിന്റെയും നാഥൻ, ആ നാഥനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യനും സമയം കാണുന്നില്ല. ഏതെങ്കിലും ഒരു പൊട്ടന്റെയോ നിരീശ്വരവാദിയുടെയോ യുക്തിവാദിയുടെയോ യുക്തിപരമായ കാര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന ഭൗതികപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ പറയുന്നത് ശരിയാണ്. മനുഷ്യനിൽ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറയുന്നത് സമർത്ഥിച്ചുകൊണ്ട് ഒരു പെണ്ണ് പറയുകയാണ്. തീർച്ചയായും അങ്ങനെയാണ്. എന്നിട്ട് അതിന് കുറെ തെളിവുകൾ. അന്ന് അങ്ങനെ ഉണ്ടായിരുന്ന കുരങ്ങായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇന്നുണ്ടല്ലോ കുരങ്ങ്, എന്തേ ആകാത്തത്? അത് അങ്ങനെ പോരാ, കുറെ കാലാന്തരമായി. എടോ മനുഷ്യ, അന്നും ഉള്ള കുരങ്ങൾ ഇന്ന് കാലാന്തരമായി മാറണ്ടേ? പക്ഷെ ഒരു ആയുസുണ്ട്. ആ ആയുസ് കഴിയുമ്പോ മരിച്ചു. ഈ കുരങ്ങിന് ഒരു ആയുസുണ്ട്. ഇങ്ങനെ കാലാന്തരമായി ആകണമെങ്കിൽ കുരങ്ങിന്റെ ആയുസ് പൊട്ടന്മാരല്ലാതെ ആരെങ്കിലും അതിനെ അനുധാവനം ചെയ്യുമോ? കാലാന്തരമായി രൂപപ്പെടാൻ എത്ര കാലം രൂപാന്തരപ്പെടണം? ഇങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുരങ്ങ് ചത്തുപോകത്തില്ലേ? ഈ കുരങ്ങനൊരു ആയുസുണ്ട്. ഇതിങ്ങനെ മൂത്തും മുരടിച്ച് രാഷ്ട്രീയ വാർദ്ധക്യമായ അവസ്ഥയിൽ അത് മരിച്ചുപോയി. ആ കുരങ്ങ് മരിച്ചു. മനുഷ്യരൂപത്തിലുള്ള കുരങ്ങ് ആണേലും അത് മരിച്ചു പോകും. ഇരിക്കട്ടെ സഹോദരന്മാരെ, മനുഷ്യനെ സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും ശാസ്ത്രീയമായ ചിന്താഗതിയുള്ളവരെല്ലാം ഹോമോസാപ്പിയന്റെ പുറകെ വയ്ക്കോ? കുഴപ്പമില്ല. എത്ര പ്രസംഗിച്ചാലും ചിലരുടെ ചെവിയിലേക്ക് കേറത്തില്ല. കേട്ടിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് അത് മനസ്സിലാകുന്നത്? പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി സൂറത്തുൽ മുഅ്മിനിന്റെ 99-ാമത്തെ ആയത്ത് തൊട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ. എന്ന് പറയുന്നതായ ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ആ മനുഷ്യൻ പറയുകയാണ്, ഹത്താ ഇദാ ജാ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊനി ഖാല റബ്ബി ഇർജിഊൻ. ഒരു മനുഷ്യന്റെ അതാ മരണം വന്നു കഴിയുമ്പോൾ അവൻ പറയുകയാണ്, റബ്ബേ എന്നെ ഒന്ന് മടക്കി അയക്കണേ. മരണമാസന്നമാകുന്നതായ സമയത്ത് ഒരു മനുഷ്യനോട് പറയുമ്പോൾ പ്രശ്നങ്ങളുമായി അല്ലാഹുവിനെ വിശ്വസിക്കാതെ താന്തോന്നിയായി ജീവിച്ചതായ, തന്നിഷ്ടപ്രകാരം ജീവിച്ചതായ നിരീശ്വരവാദികളും യുക്തിവാദികളും ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകുന്നവനും അതാ ഒരു നിമിഷം പറയുകയാണ്, ഖാല റബ്ബി ഇർജിഊൻ. അവൻ പറയുകയാണ്, പടച്ചവനെ എന്നെയൊന്ന് മടക്കണേ. എന്തിനാണ് അവൻ വീഴ്ച വരുത്തിയിട്ടുള്ളതായ, അവൻ അപഭാവം കാണിച്ചിട്ടുള്ളതായ, അല്ലെങ്കിൽ അവൻ ഏതൊരു വിഷയത്തെ കുറിച്ചാണ് വീഴ്ച വരുത്തിയത്, ആ കാര്യം ഞാനതാ പ്രവർത്തിക്കാൻ പോകുകയാണ്. അങ്ങനെ ഞാൻ പ്രവർത്തിച്ച് നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായിക്കൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ പടച്ചവനെ. എന്റെ വിശ്വാസം ഞാൻ ചൊവ്വാക്കിക്കൊള്ളാൻ പടച്ചവനെ. അതുകൊണ്ട് എന്നെ നീ ഒന്ന് തിരിച്ചയക്കണേ. എന്നാൽ അല്ല, വെറുതെയാണ്. അങ്ങനെ അവനെ അയച്ചാൽ പോലും അവൻ അതുപോലെ നടക്കില്ല. വെറുതെയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അവന്റെ പറച്ചിൽ മാത്രമാണ്. അവനത് ചെയ്യില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്.
എന്നാൽ അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തിനൊരു വിഭാഗം ജനത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു? സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ എല്ലാ രീതിയിലുള്ള മനുഷ്യനെ കുറിച്ചും പറയുന്നുണ്ട്. ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. വെറുതെ നേരം പോക്കി ഇങ്ങനെ കിടന്ന് പറയാൻ ഒരു കാര്യമില്ല. ഏതോ ഖുറൈശി നേതാവ് എഴുതി വെച്ചിരിക്കുന്ന ലിഖിതമായ ഒരു പുസ്തകത്തിന്റെ കാര്യങ്ങളാണ് ഇദ്ദേഹം പഠിച്ചിട്ട് ഇങ്ങനെ വെച്ച് താങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെവിയിലൂടെ കളഞ്ഞ് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം. ഇങ്ങനെ കളയുമെന്നും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ വിശ്വാസിക്ക് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അവന് ഉപകാരപ്പെടും. അതാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കും. ഒരു വിശ്വാസിയാണ് എങ്കിൽ തീർച്ചയായും അവനത് ഉൾക്കൊള്ളും. അല്ലാതെ ഒന്ന് ദൈവമില്ല, ഇനി ദൈവം ഉണ്ടെങ്കിൽ തന്നെ വ്യാജമായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ അധിഷ്ഠിതമായി ഒരു നേരം പോലും ചിന്തിക്കാൻ പോലുമില്ലാതെ ഇത് തന്നെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവനെ ഒരിക്കലും തിരിച്ചയക്കില്ല. അവനെ നരകത്തിലേക്കാണ് വലിച്ചെറിയുന്നത്. വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവൻ നരകത്തിന്റെ അഗ്നികളാണ്. അങ്ങനെ അവർ ചില പരിശുദ്ധ ഖുർആനിൽ പറയുന്ന നരകത്തിൽ കിടന്നവർ പല്ലിളിച്ച് കാണിക്കുന്ന ആ കൂട്ടത്തിലേക്ക് അവർ മാറിപ്പോകുകയാണ്. എന്റെ നാശമേ, പടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. ഞാൻ പല രീതിയിൽ എന്നോട് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ കേട്ടു, പക്ഷെ ഞാൻ ഉൾക്കൊണ്ടില്ല. ഞാൻ അഹങ്കാരികളിൽ പെട്ടുപോയി, ഞങ്ങൾ ഉൾക്കൊള്ളാത്തവരിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കുകയാണ്. പരിശുദ്ധമായ ഖാഫ് സൂറത്തിലും അത് തന്നെ പറയുന്നുണ്ട്. സൂറത്തിൽ എവിടെയെല്ലാം ഉണ്ടോ ഖുർആനിൽ പല സ്ഥലത്തും പാരത്രിക ലോകത്തെ കുറിച്ചും പുനർജീവിതത്തെ കുറിച്ചും ഹിസാബുകളെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടി പറയുന്നത്? മുസ്ലിം സമുദായം മാത്രം നന്നായാൽ മതിയോ? ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ജന്നത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനിലേക്കാണ് പ്രബോധനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏത് സമയവും നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തിലേക്ക് പോകേണ്ടവരാണ്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ അടുത്തത് എന്റെ വീട്ടിലാണ്, എന്റെ മക്കളിൽ നിന്നത് സംഭവിക്കാമെന്നുള്ള ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടായിക്കൊണ്ട് മതപരമായ അറിവുകൾ മക്കൾക്ക് നൽകണേ. അവരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, മോനെ, മാതാവാരാണെന്ന് നിനക്കറിയുമോ? പിതാവാരാണെന്ന് നിനക്കറിയുമോ? നിന്റെ സഹോദരൻ ആരാണെന്ന് നിനക്കറിയുമോ? അന്യ പെണ്ണുമായി നീ സല്ലപിച്ചുകൊണ്ട് ആ അന്യ പെണ്ണാരാണെന്ന് നിനക്കറിയുമോ? മോനെ, ദീനിയായ തർബിയത്തിലോട് വളർത്തിയാൽ അവൻ സമൂഹത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം നല്ലവനായി. ഇനി ചിരിതയായി നടന്നാൽ പോലും അവൻ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. നന്മയുടെ ബാന്ധാവിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു മനുഷ്യനെ മറ്റൊരു സമുദായത്തെ തകർത്ത് കളയുന്ന രീതിയിൽ, മറ്റൊരു സമുദായത്തെ കൊല്ലുന്ന രീതിയിലുള്ള, ഒരു മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദീൻ പറയുന്നത് എന്താണ്? നന്നാകാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഉസ്താദിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഔറത്ത് മറച്ചു നടക്കുന്ന കാര്യം, മോനെ, നീ ഫർദയിട്ട് നടക്കണം മോളെ. ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധിക്കുകയാണ്. എവിടെ നിർബന്ധിച്ചു? ഉസ്താദ് പറഞ്ഞു നിർബന്ധിച്ചിട്ടില്ല. ഒരു മുസ്ലിം പെണ്ണിനോട് നിർബന്ധിച്ചിട്ടില്ല. പറയും, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജുൽ ജാലിയത്തിൽ ഊലാ. പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തത് അതുവഴി എന്ന് പറയുകയാണ്, പെണ്ണേ,
എത്ര മണിയാ വന്നത്? അപ്പോൾ ഇസ്ലാം പറഞ്ഞു പെണ്ണെ നീ ഔറത്ത് മറച്ച് നടക്കണം. കാരണം നീ ഔറത്ത് മറച്ചില്ലെങ്കിൽ നിനക്കൊരു മരണമുണ്ട്. ആ മരണാനന്തരം നിനക്ക് ഈ പറയപ്പെട്ട ആത്മാവ് ആരാണോ തന്നത് ആ സൃഷ്ടാവ് നിന്നെ വീണ്ടും പുനർജീവിപ്പിക്കും. അപ്പോൾ നിന്നോട് ഹിസാബ്, നിന്നോട് കണക്കെടുക്കപ്പെടും. അപ്പൊ നീ ഔറത്ത് മറച്ച് നടന്നില്ലെങ്കിൽ നിന്നെ അവൻ അതിൻ്റെതായ രീതിയിൽ ശിക്ഷിക്കും. ഈ ഭൗതിക ലോകത്ത് ചെറിയ ചെറിയ ശിക്ഷകൾ നമുക്ക് തരുന്നുണ്ട്, കഷ്ടപ്പാടുകൾ തരുന്നുണ്ട്. റബ്ബാണ് തരുന്നത്, അല്ലാതെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? സന്തോഷം തരുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് മനപ്രയാസമുള്ള കൊടുക്കില്ല, തീർച്ചയായും കൊടുക്കില്ല. അവൻ എത്ര പ്രതിസന്ധിയാണേലും, എത്ര ദരിദ്രനാണേലും, അവന് വീടില്ലെങ്കിലും കുടുംബമില്ലെങ്കിലും അള്ളാഹു ഉണ്ടോ അവന് സന്തോഷമാണ്. അവന്റെ ഹൃദയത്തിന് എന്താണ്? ഒരു സൗഭാഗ്യമാണ്. ഇന്നും അള്ളാഹുവിന്റെ പേര് വിളിച്ച് ഈശ്വരൻ ഈശ്വരൻ എന്ന് വിളിച്ചു നടക്കുന്ന പലരുമുണ്ട്. എനിക്ക് അനുഭൂതിയാണ്, എനിക്ക് സന്തോഷമാണ്, എന്റെ കാര്യങ്ങളെല്ലാം എന്റെ ഈശ്വരൻ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്റെ ദൈവം നടത്തുന്നുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോഴും അവൻ ആ ദൈവികമായ ചിന്ത അവന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ എന്റെ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ട് എന്നെ സഹായിക്കും. ഇനി അള്ളാഹുവിനെ അല്ലാതെ മറ്റാരാധിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ പോലും അവന്റെ നാവിൽ നിന്ന് വരുമ്പോഴും ഒരു ചെറിയ അനുഗ്രഹം ഈ ഭൗതിക ലോകത്ത് കിട്ടുന്നുണ്ട്. തീർച്ചയായും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരൊന്നും ജീവിക്കില്ലല്ലോ. ജീവിക്കുമോ? അള്ളാഹുവിനെ അല്ലാതെ മറ്റു വസ്തുക്കളെ പങ്കുചേർത്ത് ആരാധിക്കുന്ന ആളുകളോട് അള്ളാഹുവിന് വെറുപ്പായിരുന്നെങ്കിൽ ഈ ഭൗതിക ലോകത്ത് ആരും ജീവിക്കില്ല. ജീവിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഭൗതിക ലോകത്ത് നമുക്ക് ചിന്ത എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പൊ നിരീക്ഷരവാദി ബാങ്ക് വിളിക്കുന്നു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മതപരമായ അറിവുകൾ ഒരു മനുഷ്യന് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അവൻ നഷ്ടത്തിൽ തന്നെയാണ്. അത് കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും എല്ലാം കിട്ടുന്നത് മനുഷ്യനെ എങ്ങനെ കാണണമെന്നും ഇതര ജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും സഹജീവികളോട് എങ്ങനെ അനുവർത്തിക്കണമെന്നുള്ളതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് മതപരമായ അറിവാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാത അല്ലാഹുവിനെ ആരാധിക്കാതെ മറ്റുള്ള വസ്തുക്കളെ ആരാധിച്ചുകൊണ്ട് അതാണ് ദൈവം എന്നുള്ളതായ ചിന്തയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കും അല്ലാഹു നൽകുന്നതായ അനുഗ്രഹം, തന്റെ സൃഷ്ടിയോട് തന്റെ സൃഷ്ടാവിന്റെ കടപ്പാടുകൾ, കടമകൾ എങ്ങനെയാണ് അതിന്റെ പ്രതിബദ്ധത എന്ന് അല്ലാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്റെ തന്റെ സൃഷ്ടിയോട് തീർച്ചയായും അവൻ എപ്പോഴും
സമീപസ്ഥനാണ്, ബന്ധസ്ഥനാണ്. എപ്പോഴും ഒരു ബന്ധം, ഒരു തഅല്ലുഖ്, ഒരു അടുപ്പം അല്ലാഹുവുമായി, തന്റെ സൃഷ്ടാവുമായി സൃഷ്ടിക്ക് എപ്പോഴും ഉണ്ടാകും. നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ശാസ്ത്രത്തിന്റെ പിന്നാലെ പോയി ശാസ്ത്രമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവനായാലും അവനവന്റെ ജീവിതത്തിൽ അവൻ തന്റെ സൃഷ്ടാവിനെ വിളിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാക്കളും ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് സമ്മതിച്ച കാര്യമാണ്. അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഇതൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങൾ കേട്ടിരുന്നോ? ഇത് നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ കേട്ടു, നിങ്ങളിത് പറയാ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോരുത്തർ ഓരോ ഉപമകൾ പറയുമ്പോൾ ഇതെല്ലാം അവര് കേട്ടിട്ടാണോ പറയുന്നത്? ഒരിക്കലുമില്ല. അവരെ ഇഷ്ടപ്രകാരം അങ്ങനെ പറയുകയാണ്, വെറുതെ അങ്ങോട്ട് വെച്ച് താങ്ങുകയാണ്. ഒരു ശശികല എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഭയങ്കര വർഗീയത മാത്രം വിളിച്ചു പറയുന്ന. നല്ലവനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വർഗീയമായ വിചാരങ്ങൾ ഉണർത്തിക്കൊടുത്തുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ആ സീലി മുദ്ര വെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ മേൽ വർഗീയതയുടെ മുദ്ര കുത്തിക്കൊണ്ട് മനുഷ്യനെ ചീത്ത വിചാരത്തിലേക്ക് ഇറക്കി വിട്ടതായ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അന്ന് ശബരിമലയിൽ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരപ്പനെ എല്ലാം വിളിച്ചുകൊണ്ട് അയ്യപ്പ ശരണമപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അയ്യപ്പനെ കളിയാക്കിക്കൊണ്ട് എല്ലാവരും കൂടി അങ്ങനെ ഒത്തുപിടിച്ചപ്പോൾ ദേ കിടക്കുന്നു അവിടെ ഉണ്ടായിരുന്ന കുരിശി വേറൊരു സ്ഥലത്തിന്റെ പേര് ആങ്ങാമുടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അങ്ങ് ആങ്ങാമുഴിയിൽ കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദത്തിൽ ഈ പറയുന്ന പെണ്ണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മുൻപന്തികൾ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു യുവാവിനോട് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ഒരു പെണ്ണാണോ? ഒരിക്കലുമില്ല. വർഗീയത പറഞ്ഞു കൊടുക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ പോയി നെഞ്ചും പിരിച്ചു നിന്ന് ആനയുടെ മുമ്പിൽ നിന്ന് ആന ഒന്ന് പറക്കൊന്ന് തിരിഞ്ഞാൽ മതി, അപ്പോ ഓട് എന്റെ ഈശ്വരാന്ന് പറഞ്ഞ് ഓടുകയാണ്. പറക്കും, എല്ലാം ഇട്ടെറിഞ്ഞോടും. ആ മനുഷ്യനാണ് ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വർഗീയമായ വിചാരങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട്. സഹോദരന്മാരെ, ഒരിക്കലും ഇസ്ലാം ഇത്തരണത്തിൽ ഒരു കാര്യവും പറയുന്നില്ല. ഇസ്ലാം അനുശാസിക്കുന്ന നിയമം നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കണേ. അത് പറയുന്നതിൽ എന്താണ് സഹോദരന്മാരെ? നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണേ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സൃഷ്ടാവ് ആരായിരിക്കണം എന്നും കൂടി പറഞ്ഞു തരുന്നുണ്ട് ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി മാനവരാശിയിലേക്ക് മുസ്ലിമേ എന്നല്ല പറയുന്നത്, മനുഷ്യ സമൂഹമേ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഓതിയ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിൽ പറയുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ. ഒരു മനുഷ്യന് മരണമാസന്നമായാൽ എന്നാണ് പറഞ്ഞത്. അല്ലാതെ മുസ്ലിമായ മനുഷ്യനെന്നോ ക്രിസ്ത്യാനിയായ മനുഷ്യനെന്നോ ഹൈന്ദവനായ മനുഷ്യനെന്നോ ബൗദ്ധനായ ജൈനനായ മജൂസിയായ പാഴ്സിയായ ഒരു മനുഷ്യനെന്നോ എന്നല്ല പറഞ്ഞത്. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ. അവൻ പറയും, എന്റെ രക്ഷിതാവേ എന്നെ ഒന്ന് മടക്കേണമേ, എന്നെ ആത്മാവിനെ ഒന്ന് എനിക്ക് തിരിച്ചു തരണേ. പിടിക്കപ്പെട്ട എന്റെ ആത്മാവുണ്ടല്ലോ, ആ റൂഹുണ്ടല്ലോ, ആ റൂഹിനെ എനിക്ക് നീ തിരിച്ചു തരണേ. ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഞാൻ വീഴ്ച വരുത്തിയിട്ടുള്ളതായ ഉപേക്ഷിക്കപ്പെട്ടതായ
എന്ത് സാധനമാണോ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട് ചെയ്യാത്തതായ അമലുകളുണ്ടല്ലോ, സ്വാലിഹായ അമലുകളുണ്ടല്ലോ, വീഴ്ച വരുത്തിയതായ എന്റെ പ്രവർത്തനങ്ങൾ, സ്വാലിഹായ അമലുകൾ, അത് ഞാൻ ചെയ്തു കൊള്ളാം. അതിനുവേണ്ടി എനിക്ക് നീ എന്റെ ആത്മാവിനെ തിരിച്ചു തരണമേ അല്ലാഹ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, കല്ലാ, വെറുതെയാണ്, ഒരിക്കലുമില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറുതെ പറയുന്നതാണ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ വാക്കുകൾ അതിങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ പിന്നിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാലം വരെയും എന്ത് ചെയ്യും? അവർക്കൊരു മറയുണ്ടായിരിക്കും. അത് അവർ അംഗീകരിക്കുകയില്ല. ഇത് വെറുതെ പറയുന്നതാണോ? ഇത് സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുകയാണ്. ഈ അവസ്ഥ മനുഷ്യനുണ്ടാകും സഹോദരന്മാരെ. അതുകൊണ്ട് ഈ വീഴ്ച വരുത്താതിരിക്കുവാൻ നമ്മൾ കഴിയുന്ന രീതിയിൽ അമൽ ചെയ്യണേ. ഒന്നാമത് ചോദിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വിശ്വാസിയായതിനു ശേഷം അവൻ അമലുകൾ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അവൻ വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല എന്നൊന്നും അതിനർത്ഥമൊന്നുമില്ല. വിശ്വസിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ പല ഭാഗങ്ങളിലൂടെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ അനുധാപനം ചെയ്യൽ അവന്റെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് പാരത്രിക ലോകത്തിലേക്ക് നമുക്ക് വിജയിക്കണമോ? നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ വിജയിക്കണമോ? ഖിയാമത്ത് നാളാകുമ്പോൾ നമ്മൾ വിജയിക്കണമോ? ഈ പറയപ്പെട്ട രീതിയിൽ അമലുകൾ കൊണ്ട് നമ്മൾ എടുക്കണം. പരിശുദ്ധമായ റമളാൻ ശരീഫ് നമ്മളിലേക്ക് സമാഗതമാണ്. എങ്ങും വസന്തത്തിന്റെ പൊൻപുലരികൾ സമ്മാനിച്ചുകൊണ്ട് വസനയേറുന്നതായ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് ആഗതമാകാൻ ഏതാനും വിരലെണ്ണാകുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ അടുക്കണം. ഇനിയിപ്പോ അതിലേക്ക് അടുക്കാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ആ നോമ്പ് നോറ്റില്ലെങ്കിലും നിസ്കരിച്ചില്ലെങ്കിലും അല്ലാഹു തആല കൊടുക്കാമെന്ന് പറയുന്നതായ ഭൗതിക ലോകത്തുള്ള സുഖങ്ങൾ അവന് എന്തായി ലഭിച്ചിരിക്കും. പക്ഷെ ആഖിറത്തിൽ അവൻ വെറും പാഴായ അവസ്ഥയിൽ. അപ്പോഴാണ് പറയുന്നത്, പടച്ചോനെ, ഞാൻ നിസ്കരിച്ചോളാം, നോമ്പ് അനുഷ്ഠിച്ചുകൊള്ളാം, ഞാൻ വീഴ്ച വരുത്തിപ്പോയല്ലോ, അതുകൊണ്ട് എനിക്ക് നീ എന്നെ തിരിച്ചു നയിക്കണേ എന്ന് ആ സമയത്ത് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, നമ്മൾ ഒരു നിസ്സാരനായ ഒരു മനുഷ്യനാണ് എന്നാണ്. ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഞാൻ നിസ്സാരനായ മനുഷ്യനാണ് എന്നാണ്. പക്ഷെ അവൻ പ്രപഞ്ചത്തെ പിടിച്ച് കീഴിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ വളരുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എങ്ങനെ പ്രപഞ്ചത്തെ? ഇപ്പൊ ഒരു മനുഷ്യൻ ഇന്ന് 5 പേരെ കൊല്ലാൻ അവന് സാധിച്ചെങ്കിൽ 2-5 മണിക്കൂർ കൊണ്ട്, ഏതാനും വിരലെണ്ണാകുന്ന മണിക്കൂറുകൾ കൊണ്ട് ജീവിതം എന്തെന്ന് മനസ്സിലാക്കാത്ത, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യണമെന്നും, ഒരു വിവാഹം കഴിച്ച് ഒരു കുടുംബവുമായി എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നും, ആ കുടുംബ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നും, എന്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു, എന്തെല്ലാം ലഭിക്കാറുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യണം എന്നുള്ളതായ ചിന്തകൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ 5 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ വിരലിലുണ്ടാകുന്ന മണിക്കൂറുകൾ കൊണ്ട് 5 ജീവനെടുത്തു.
അപ്പോൾ ചോദിക്കും, അസ്റായീലല്ലേ റൂഹ് പിടിക്കുന്നത്? അയാള് ചുറ്റിക കടിച്ചപ്പോൾ ആ ചുറ്റിക കൊണ്ട് അടിച്ച ഭാഗം പൊട്ടാതെ നോക്കാൻ അള്ളാഹുവിന് സാധിക്കില്ലായിരുന്നു. തീർച്ചയായും നിരീശ്വരവാദികൾക്ക് ചോദിക്കാം, നിങ്ങളുടെ അള്ളാഹു ആണല്ലോ മരണം വെക്കുന്നവൻ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലേ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ചെറുക്കൻ ചുറ്റിക കടിച്ചപ്പോൾ ഈ 5 പേരും മരിച്ചുപോയല്ലോ. അവനിട്ട് ചാകാൻ നോക്കിയിട്ട് അവൻ ചത്തുമില്ല, അവൻ മരിച്ചുമില്ല. ഭയങ്കരമായ അത്ഭുതമാണ്. അവൻ സ്വമേധയാ മരിക്കാൻ വേണ്ടി വിഷം കഴിച്ചുവെങ്കിലും ചെറിയ പോയിസൺ ആയതുകൊണ്ട് എന്തോ അവൻ രക്ഷപ്പെട്ടു. ഇനി മരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവൻ, ആ 5 പേർ, അവരുടെ വിധി, നമുക്ക് ഏത് രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? എല്ലാവരും പറയും, നിങ്ങളുടെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നടക്കില്ലായി. ഈ അള്ളാഹ് കൂടുതലും മുസ്ലിം മതത്തിലെ അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ വിമർശനമുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇവിടെ ചർച്ചയില്ലല്ലോ. അള്ളാഹ് എന്ന് പറഞ്ഞ ഈശ്വരൻ തീരുമാനിക്കാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ദൈവം തമ്പുരാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ ആ 5 പേരും മരിക്കില്ലായിരുന്നു, ശരിയല്ലയോ? പ്രപഞ്ചത്തിന്റെ നാഥനായ സർവേശ്വരനായ ഈ ലോകത്തെ മുഴുവൻ പോറ്റിപ്പോരുന്നതായ സർവത്തിന്റെയും സുത്താവായ പടച്ച തമ്പുരാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ 5 പേരും മരിക്കില്ലായിരുന്നു. തീർച്ചയായും മരിക്കില്ലായിരുന്നു, ആരും സംശയമില്ല. പക്ഷേ അവിടെ 5 പേര് മരിക്കാനുണ്ടായ സാഹചര്യം, ആ മനുഷ്യന്റെ കരങ്ങളിലൂടെയാണ് 5 പേര് കൊല ചെയ്യപ്പെട്ടത്. അവനോട് നല്ല വഴികൾ ദൈവം പറഞ്ഞു കൊടുത്തിരുന്നു. മോനെ, അവൻ അറിവ് ലഭിച്ചിട്ടുണ്ട്, ചുറ്റിക കൊണ്ട് അടിച്ചാൽ മനുഷ്യൻ മരിക്കുമെന്നും അവനറിയാം, ചുറ്റിക കൊണ്ട് അടിച്ചാൽ അവൻ മനുഷ്യൻ മരിക്കുമെന്ന്. നേരെ മറിച്ച് അവൻ ആ ചുറ്റിക തന്നെ എടുത്തില്ലയോ നമ്മൾ ചിന്തിക്കണം. ഇവൻ എവിടെ നിന്ന് ബോധം ലഭിച്ചു? നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വടി കൊണ്ടാണ് ആ തലക്കെട്ട് അടിക്കണമെങ്കിൽ അവൻ മരിക്കില്ല, ആ അടിയേറ്റ വ്യക്തി മരിക്കില്ല. അവൻ ചുറ്റിക കൊണ്ട് കൊല്ലാൻ വേണ്ടിയുള്ള സാഹചര്യം എത്തിച്ചു കൊടുത്തു. അവർക്ക് ആ അത്തരണത്തിൽ മരണം വിധിയായിരുന്നു. ആ രീതിയിൽ മരണം സംഭവിക്കുമെന്നും ഇന്ന സമയത്ത് ഇന്ന ആളുടെ കൈകളാൽ നീ മരണപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. തീർച്ചയായും അല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അല്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവർ നേരത്തെ മരിച്ചുപോയി, നമ്മളും മരണപ്പെടും. നമ്മുടെ അവസ്ഥയിലുള്ള മരണം ഏത് രീതിയിലാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. സ്വാഭാവിക മരണമാകാം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെടും. തീർച്ചയായും പ്രപഞ്ചത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മരിക്കും. പക്ഷെ ഇതിൽ ഒരു ഗുണപാഠം എന്താണ്? മതപരമായ അറിവ് അവന് കിട്ടിയിരുന്നെങ്കിൽ, പൈശാചികമായ പ്രേരണയാൽ അവൻ ഈ ഒരു പ്രവർത്തനം ചെയ്യില്ലായിരുന്നു. ഒരു മനുഷ്യൻ നന്മ പ്രവർത്തിക്കുമ്പോൾ അവന്റെ കൂടെ ഈശ്വരൻ ഉണ്ട്. തിന്മ പ്രവർത്തിക്കുമ്പോൾ അവന്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? എന്നാൽ ഖൈറുമായ എല്ലാ കാര്യവും അല്ലാഹുവിൽ നിന്നാണ്. ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട കാര്യമാണ് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ, 2 അല്ലാഹുവിന്റെ മലക്കിനെ കൊണ്ട് വിശ്വസിക്കണേ,
മൂന്ന് അല്ലാഹുവിന്റെ കിതാബിനെ കൊണ്ട് വിശ്വസിക്കണേ, നാളെ അല്ലാഹുവിന്റെ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കണേ, അഞ്ചാമത്തേത് ഈ ലോകം അവസാനിക്കുമെന്ന് വിശ്വസിക്കണേ. 5 കാര്യങ്ങൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ നിർബന്ധമാണ്. 6ാമത്തെ കാര്യമാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചോദിക്കും, കള്ളു കുടിക്കൽ ആ നന്മയിൽ നിന്നും തിന്മയുമായ കാര്യമാണ് കള്ളു കുടിക്കൽ. അപ്പൊ അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ് കുഴപ്പമില്ല, കുടിക്കാം. ഒരു മനുഷ്യനെ കൊല്ലാം അള്ളാന്റെ അടുത്തിൽ നിന്നാണ് വിശ്വസിക്കുക, നന്മയും. എന്നാൽ അങ്ങനെയുള്ള സഹോദര, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ചെയ്യൽ അള്ളാഹുവിന്റെ സമീപത്ത് നിന്നെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആവതുണ്ടായിരിക്കണം. അത് ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അവന് നൽകണം. എന്റെ ഈ 2 കൈക്ക് സ്വാധീനമില്ലാത്തൊരു മനുഷ്യനായിരുന്നെങ്കിൽ അവനാ ചുറ്റിക എടുത്തുകൊണ്ട് 5 പേരെ കൊല്ലുവാൻ സാധിക്കുമോ? ചിന്തിക്കണം സഹോദര. 2 കൈകളും അവന്റെ തളർന്ന കൈയായിരുന്നെങ്കിൽ ആ കൈയിലേക്ക് ചുറ്റിക എടുത്തു വെക്കുവാൻ അവന് സാധിക്കുമോ? ഇനി അവൻ കാലുകൊണ്ടാണ് കൊല്ലാനെങ്കിൽ ശ്രമിക്കുന്നതെങ്കിൽ നടക്കുമോ? കാലുകൊണ്ട് ചവിട്ടിയാലും ഒന്നും ചാകിയല്ല, വീടും. ലാസ്റ്റ് അവനെ എല്ലാവരും എടുത്ത് പഞ്ഞിക്കിടും, ഒന്നുകിൽ അവനെല്ലാവരും കൂടി കൊല്ലും. അപ്പോൾ ഈ കൈക്ക് കഴിവ് കൊടുത്തവൻ അല്ലാഹുവാണ്. ചുറ്റിക പൊക്കാനുള്ള കഴിവ് കൊടുത്തത് അല്ലാഹുവാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാലിൽ പിടിച്ചുകൊണ്ട് കരിങ്കലിൽ അടിക്കുമ്പോൾ കഴിവ് കൊടുത്തവൻ പടച്ച തമ്പുരാനാണ്. എല്ലാത്തിനും എന്ത് പ്രവർത്തനത്തിനും കഴിവ് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ ആ പ്രവർത്തനത്തിന് അല്ലാഹുവിന്റെ പൊരുത്തമില്ല. ആ പ്രവർത്തനം ചെയ്യുന്നവന് അല്ലാഹുവിന് ദേഷ്യമാണ്, അല്ലാഹു ശിക്ഷിക്കുന്നതാണ്, അല്ലാഹുവിന് വിരോധമാണ്, ദൈവത്തിന് വിരോധമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല കാര്യം. ഒരു നികൃഷ്ടമായ നീചമായ പ്രവൃത്തിയാണ് ചെയ്തത്, അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യവും. അല്ലാഹു നന്മയായ പ്രവർത്തനങ്ങൾ നിസ്കരിക്കുന്നു, ദാനം കൊടുക്കുന്നു, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അതിൽ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്, സർവേശ്വരന്റെ പൊരുത്തമുണ്ട്. അവൻ അതിൽ സന്തോഷിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യും. നമ്മുടെ സൃഷ്ടാവിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പടച്ച തമ്പുരാൻ അതിനുള്ള പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മസൂദ് എന്ന് പറയുന്ന ഉസ്താദ് മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിച്ചാലും അദ്ദേഹത്തിന്റെ ആ വാചകങ്ങൾ ഇന്നും പ്രപഞ്ചത്തിൽ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം മരണാനന്തര ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ ആ ഇൽമിന്റെ ആ അറിവിന്റെ മഹത്വം അതനുസരിച്ച് ഒരാൾ നന്നാകുമ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആദ്യം നമ്മൾ വിശ്വസിക്കണം, അല്ലാഹുവിനെ വിശ്വസിക്കണം, റബ്ബിനെ വിശ്വസിക്കുക, തന്റെ സൃഷ്ടാവിനെ വിശ്വസിക്കുക. അവനല്ലാതെ ലോകത്തൊരു ആരാധ്യനില്ല. തന്റെ സർവേശ്വരനായ പടച്ച തമ്പുരാനാണ് എനിക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും എല്ലാം നൽകുന്നത് ആ തമ്പുരാനാണ് എന്ന് ആദ്യം വിശ്വസിക്കുക. അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലായികത്തുകൾ, കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണവാദിയാണ് മലക്കുകളെ കുറിച്ച് പറയുന്നത്. ആരാണ് മലക്കുകൾ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ മലക്കുകളെ? ചുമ്മാ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിരീക്ഷണവാദി മലക്കുകളെ കുറിച്ച് എന്തറിവുണ്ടായിട്ടാണ്? അയാളുണ്ടോ? അയാൾ എങ്ങനെ ജീവിക്കുന്നു? അയാൾ എങ്ങനെ സംസാരിക്കുന്നു? അയാൾ എങ്ങനെ യാത്ര ചെയ്യുന്നു? അയാൾ എങ്ങനെ വിസർജിക്കുന്നു? അയാൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു? ഈ പുള്ളിയെ ആരാണ് സൃഷ്ടിച്ചത്? പുള്ളി തന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല. മൂപ്പർക്ക് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തേക്ക് കടന്നിട്ടാണ് ഈ പ്രായത്തിലെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ദൈവമില്ല എന്നുള്ള നിരീക്ഷണവാദത്തിലേക്ക് പോയിട്ട് ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല. മുസ്ലിമിനെ അംഗീകരിക്കുന്നില്ല, ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കുന്നില്ല, ഹിന്ദുസത്തെ അംഗീകരിക്കുന്നില്ല. പുള്ളി നിരീക്ഷണവാദിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളി എന്നിട്ട് കുറച്ച് ശാസ്ത്രങ്ങളും അതും ഇതൊക്കെ പഠിച്ചിരിക്കുക, കുറച്ച് അറിവ് കുറെ പഠിച്ചു വിട്ടിട്ട് എന്ത് കാര്യം? കുറെ അറിവ് പഠിച്ചിട്ട് തർക്കശാസ്ത്രങ്ങളും മറ്റു പഠിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരീക്ഷണത്വമാണത്. നിരീശ്വരവാദികൾ തർക്കിച്ചുകൊണ്ടിരിക്കും. പ്രവാചകരെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ രീതിയിലുള്ള പല വാചകങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് മുനാഫിക്കുകൾ കടന്നു വരുമേ പ്രവാചകരെ.
അള്ളാന്റെ ഹബീബിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള നിരീക്ഷണവാദികളും യുക്തിവാദികളും വിഗ്രഹാരാധകരും മുശ്രിക്കീങ്ങളും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് പല രീതിയിലുള്ള അത്ഭുതപ്പെടുത്തുന്നത് പോലെയുള്ള വാചക കസർത്തുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രവാചകൻ വീണുപോകുമോ എന്ന് പോലും ചിന്തിക്കുമാർ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, പ്രവാചകരെ അവരെ കണ്ടു കഴിഞ്ഞാൽ നാട്ടിവയ്ക്കപ്പെട്ട തടികളെ പോലെ നിനക്ക് കാണാൻ സാധിക്കും. പ്രവാചകരെ അവരുടെ വാചകങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പ്രവാചകരെ അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അവരെന്താണ്? അവരെ സൂക്ഷിച്ചുകൊള്ളണേ, അവരെ സൂക്ഷിച്ചുകൊള്ളണേ. പരിശുദ്ധ ഖുർആൻ അവരുടെ സംസാരം അതുപോലെ നിരീക്ഷണവാദികളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. നിങ്ങൾ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരെ അനുധാവനം ചെയ്യുന്ന സഹോദര. നിരീക്ഷണവാദികൾ പറയുന്ന യുക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ. ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളും കൊള്ളിവയ്പ്പുകളും കണ്ടുകൊണ്ട് ഈശ്വരനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകൾ കമന്റ് ചെയ്യുമ്പോഴും ശരിയാണല്ലോ, ഈശ്വരനുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഇത്ര എന്തിനാണ്? എടോ മനുഷ്യ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. തന്റെ സൃഷ്ടിക്ക് എന്ത് രീതിയിൽ, ഏത് രീതിയിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ അവൻ ഉദ്ദേശിച്ചോ അവനത് കൊന്നിരിക്കും. അത് ചോദിക്കാനോ നിരീക്ഷണവാദിക്കോ എനിക്കോ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനല്ലാതെ അല്ലാഹു ഉദ്ദേശിച്ച വേറെ ആർക്കാണ് ചോദ്യം ചെയ്യാൻ പറ്റുക? ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. തടയാൻ പറ്റുമോ? ഒരിക്കലും തടയാൻ പറ്റില്ല. ഇന്നിപ്പോൾ അവിടെ സാന്ദർഭികമായ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നപ്പോൾ 5 പേർ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഷഹീദിന്റെ കൂലിയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് ഷഹീദിന്റെ കൂലി ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ പൊന്നുമോന് ഷഹീദിന്റെ കൂലി ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ ഉമ്മാമ്മയ്ക്ക് ഷഹീദിന്റെ കൂലി ഉദ്ദേശിച്ചിട്ടുണ്ട്. അവനതാ തലതെറിച്ച് നടന്നതുകൊണ്ട് ധിക്കാരപരമായ രീതിയിൽ കഞ്ചാവിന്റെയും മറ്റു ബ്രൗൺ ഷുഗറിന്റെയും മദ്യത്തിന്റെയും ലഹരിയെ അടിമപ്പെട്ടുകൊണ്ട് തന്നിഷ്ടപ്രകാരം മുന്നോട്ട് നടന്നതുകൊണ്ട് അവന് നരകമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവന് നരകമാണ് എന്ന് പരിശുദ്ധമായ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഖുർആനും നമുക്ക് തെളിവാണ്. അപ്പോൾ അത് ഇതിനകത്തൊക്കെ നമ്മൾ മതപരമായ വീക്ഷണത്തിലൂടെ വേണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അല്ലാതെ ദൈവത്തെ പറഞ്ഞുകൊണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ കാണാം, ദൈവ ഈശ്വരനൊന്നും ഇല്ല, കുഞ്ഞു കൊച്ചിനെ വരെ ആ ഈശ്വരൻ കൊന്നു കളഞ്ഞു. ആ കുഞ്ഞിനെ അള്ളാഹു വിളിക്കുമ്പോൾ അവൻ അതിനെക്കാട്ടിയും അനുഭൂതികൾ നിറഞ്ഞതായ, ആനന്ദം നിറഞ്ഞതായ, സന്തോഷം നിറഞ്ഞതായ സ്വർഗത്തിലേക്കായിരിക്കും അവനെ കൊണ്ടുപോകുന്നത്. പിന്നെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള മതക്കാർക്ക് പിന്നെ സ്വർഗം പുച്ഛമാണ്. നിങ്ങളെ ഹൂർലിങ്ങളെയാണോ? ഹൂർലിങ്ങളോട് ഇരിപ്പുണ്ട്. എന്തറിഞ്ഞിട്ടാണ് ഹൂർലിങ്ങൾ അപ്സരസുകളെ കുറിച്ച് പറയുന്നത്? അപ്സര തരുണികളെ കുറിച്ച് പറയുവാൻ ഇവർക്ക് എന്ത് വകുപ്പാണുള്ളത്? അപ്സരകന്യകളെ കുറിച്ച് വർണ്ണിക്കാൻ അപ്സരസ് എന്നാണ് ഈ ഹൂറിലിന്റെ അർത്ഥം. അപ്സരകന്യകൾ, കണ്ണിന് കുളിർമ നൽകുന്നതായ പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളെയാണ് മലയാളത്തിൽ അപ്സരസുകൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മന്ദബുദ്ധി പെണ്ണിനെ ഒരു ആശസ്യ അപ്സരസ് ആക്കിയിട്ടുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അപ്സര കന്യകകൾ നൃത്തം ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ദേവസന്നിധിയിൽ അപ്സരസുകൾ നൃത്തമാടി. ഒരു കലാകാരന്റെ സൃഷ്ടിയിൽ ഈ അപ്സരസിനെ അവൻ വർണ്ണിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ആ ഒരു സൗന്ദര്യം ഏതൊരു മനുഷ്യനും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ചിത്രരചനയിലൂടെ അപ്സര കന്യകളെ ടിവിയിലൂടെയും അതുപോലെ തന്നെ പടങ്ങളിലൂടെയും വർണ്ണിക്കുമ്പോൾ ഈ ഹൂറിലിങ്ങൾ, ഈ അപ്സര കന്യകളെ കുറിച്ച് പറയുവാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്
മാറിടം വലുതായ ഹൂറിലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തുമുണ്ട്. എടോ മനുഷ്യ, ഭൗതിക ലോകത്ത് സുഖമെന്തെന്നറിയാതെ ഈ ലോകത്ത് നല്ല യുവാക്കളുണ്ടായിരുന്നു, ദീനിനു വേണ്ടി ഷഹീദായ, തന്റെ ജീവിതത്തിന്റെ ശുദ്ധപാലം തന്റെ ജീവിതവും മുഴുവൻ ഈശ്വരന് വേണ്ടി സമർപ്പിച്ച് അവൻ പറഞ്ഞതായ വഴിയിലൂടെ അവന്റെ പാന്താവിലൂടെ മുന്നോട്ട് പോവുകയും ധീരവൃത്തി വരിച്ചതായ യുവാക്കളുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ജീവിതം എന്തെന്ന് അവർക്കറിയില്ല. ജീവിതത്തിന്റെ ആ അങ്കണത്തിലേക്ക് കുടുംബം എന്ന് പറയുന്ന സ്വർഗീയമായ ഭൗതിക ലോകത്തിന്റെ അനുഭൂതിയുടെ അങ്കണത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ദീനിനു വേണ്ടി മതത്തിനു വേണ്ടി ഷഹീദായ ആളുകളുണ്ട്. സ്വർഗം എല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സ്വർഗം ലഭിക്കുവാൻ വേണ്ടി അർജുന നീ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു, സ്വർഗം നിനക്ക് ലഭിക്കും. അവിടെ നീ കുടുംബ മഹിമയൊന്നും നോക്കണ്ട, വെച്ച് താങ്ങിക്കോളൂ. ഭീഷ്മാചാര്യനാണ് മുമ്പിലെങ്കിൽ നീ നോക്കണ്ട, തകർത്തോ എന്ന് അർജുനൻ പറയുന്ന സ്വർഗം. ഈ സ്വർഗം എവിടെ നിന്ന് കിട്ടി? അവിടെയുണ്ട് അപ്സരസുകൾ. ഹൂറിലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ചിലർക്ക് കളിയാക്കാൻ വേണ്ടി മാത്രമായി ജനിക്കപ്പെട്ട കുറെ ആളുകൾ തീർച്ചയായും ഉള്ളതാണ് സഹോദരന്മാരെ. അതെ, മറ്റുള്ള കാര്യങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഹൂറിലിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നതിൽ എന്താണ് തെറ്റ് സഹോദരന്മാരെ? വേറെ അസുരന്മാരെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, ദേവന്മാരെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അപ്സരസുകളെ കുറിച്ച് വിശ്വസിക്കുന്നില്ല, അതായത് ഹൂറിലിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നില്ല. എന്താണ് സഹോദരന്മാരെ മലക്കുകളും ജിന്നുകളും? നിങ്ങൾ മനസ്സിലാക്കണം, മലക്കും ജിന്നും ഉള്ളതാണ്. ഈ നിരീശ്വരവാദിയായ യുക്തിവാദികളായ മനുഷ്യനുള്ളതുപോലെ തന്നെ ജിന്നുകളും ഉള്ളതാണ് സഹോദരന്മാരെ. അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, യാതൊരു സംശയവുമില്ല. പടച്ച തമ്പുരാൻ മാലാഖമാരെയും ജിന്നുകളെയും പടച്ചിട്ടുള്ളതാണ്. അതങ്ങനെ ഒരു പറ്റം സമൂഹമാണത്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അദൃശ്യനായ ഒരു ജീവികളാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. പിശാചുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറെ ആളുകളുണ്ട്. ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അവന് കൂടോത്രം ചെയ്തു, അവന് സിഹിർ ചെയ്തു, അല്ലെങ്കിൽ നാലാം വേദക്കാർ പറഞ്ഞു വിട്ട സിഹിറാണ് അവന്റെ മേത്ത് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്. ശരിയാണല്ലോ, അതുള്ളതാണ് സഹോദരന്മാരെ. അത് പൈശാചികതയാണ്, അതൊക്കെ അനുഭവിക്കുന്നതാണ്, പിശാച് സേവയൊക്കെ ഉള്ളതാണ്. ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. ജിന്നുകളുമുണ്ട്, മലക്കുകളും എല്ലാം ഉള്ളതാണ്. ഒരു മനുഷ്യനെ നന്നാകുന്നതിൽ അസൂയപ്പെട്ടുകൊണ്ട് അവന് വേദമന്ത്രങ്ങളാൽ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലേക്ക് പൈശാചികതയെ അയച്ചു കൊടുക്കുന്നത് ദൈവികമായ വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്നതല്ല, അത് പിശാചിന്റെ പ്രവർത്തനമാണ്. അത് അവന്റെ ശരീരത്തിലും അവന്റെ കുടുംബത്തിലേക്കുകയും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. അത് ദൈവികമായ വശമല്ല, അത് പിശാചിന്റെ സേവയിലൂടെയുള്ളതാണ്. ഇത് ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി? അതാണ് ജിന്ന്. അതിനാണ് പിശാച്, ജിന്ന് എന്ന് പറയുന്നത്. ജിന്നിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. അതായത് ജിന്നുകളിൽ വിശ്വാസികളുമുണ്ട്, വിശ്വാസികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. നല്ലവരും ചീത്തയുമുണ്ട് ജിന്നുകളിൽ. ഈ നല്ല ജിന്നുകൾ മനുഷ്യന് ഉപകാരം ചെയ്യുന്നത് പോലെ ചീത്ത ജിന്നുകൾ മനുഷ്യന് ഉപദ്രവം ചെയ്യും സഹോദരന്മാരെ. അതാണ് പിശാചുകൾ. പിശാചുകൾ മനുഷ്യനെ, അതുപോലെ തന്നെ പിശാചിന്റെ സേവകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും സേവ ചെയ്യുന്നവരുണ്ട്. പരിശുദ്ധ സൂറത്ത് ജിന്നിലൂടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യും? ചില ആളുകൾ പിശാചിനെ സേവ ചെയ്തുകൊണ്ട്, പിശാചിലേക്ക് അടുത്തുകൊണ്ട്, പിശാചിന്റെ സഹായത്താൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിശാചിന് ഗർവ് വർദ്ധിച്ചു. അവരെന്ത് ചെയ്യും? അങ്ങനെ കൂടിയപ്പോൾ പിശാച് എന്ത് ചെയ്തു? ഞങ്ങൾ വലിയ ആളാണെന്നുള്ള ഒരു ധാരണ പിശാചുകൾക്കൊക്കെ ഉണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു.
എന്തായാലും സഹോദരന്മാർ ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ അള്ളാഹിനെ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മലക്കുകളെ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളെ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മുർസലീങ്ങൾ പ്രവാചകന്മാരെ വിശ്വസിക്കുക, അവസാന നാളിൽ വിശ്വസിക്കുക, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കുക. അപ്പോൾ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അള്ളാഹുവിന്റെ ആ ഒരു ഖളാ ഉണ്ടായിരിക്കണം. പക്ഷെ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലവും പൊരുത്തവും കിട്ടും. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയും കോപവുമാണ് ലഭിക്കുന്നത്. ഇന്ന് ഈ 4 പേരെ കൊന്നു 5 പേരെ വധിച്ചവനെ അള്ളാഹുവിന്റെ തൃപ്തിയില്ല, അള്ളാഹുവിന്റെ കോപമാണ് അവൻ ഉണ്ടാകുന്നത്. അവൻ എവിടെയാണ് പോകുന്നത്? അവൻ നരകത്തിലാണ് പോകുന്നത്. അവൻ ജീവിച്ചു കുറച്ചു നാളിങ്ങനെ ജീവിച്ച് അവൻ മരണപ്പെട്ടു പോകും. നാളെ അവന്റെ അടുക്കൽ ഹിസാബ് ചെയ്യപ്പെടും. തീർച്ചയായും അള്ളാഹു അവനെ നരകത്തിലേക്ക് ഇടും. ഇതൊക്കെ ഞാൻ പറയാൻ എന്താ അവകാശം? നീ നരകത്തിൽ പോയിട്ടുണ്ടോ? താങ്കൾ നരകത്തിന്റെ അഹലുകാരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് യുക്തിവാദികൾക്ക് വേണമെങ്കിൽ ഇതിനെ എതിർക്കാം. അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യ പ്രപഞ്ചത്തിലേക്ക് നോക്കി എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കിടക്കണം. അതൊന്ന് കണ്ണുകൊണ്ട് കണ്ട് നിനക്ക് വിശ്വസിച്ചുകൂടെ? ഞാൻ വിശ്വസിക്കുന്നു, അവർ വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് പടച്ച തമ്പുരാനായ ഏകനാഥനിലേക്ക് അടുക്കുകയും അവനെ ആരാധിക്കുകയും അവനെ മാത്രം വിശ്വസിക്കുകയും അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചു. ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് അവൻ ആവതിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. وإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. ഇനി കാഹളത്തിൽ ഊതപ്പെടുന്നതായ ഒരു ദിവസമുണ്ട്. അന്ന് അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളോ ഒരു കാര്യങ്ങൾ അന്യായമായി പരസ്പരം സഹായിക്കുന്നതായ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാം ആ സമയത്ത് ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു പോകും. ആ സമയത്ത് ആരാണോ നന്മകൾ പ്രവർത്തിച്ചത് അവന് അല്ലാഹുവിന്റെ അടുക്കൽ വിജയമുണ്ട്. അത് കനം തൂങ്ങുന്നതായ ആ ഒരു രീതിയിൽ അവന്റെ അടയാളങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നീ ആരാണോ ഇനി സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതലായി, അതായത് സൽക്കർമ്മങ്ങൾ ലഘുവായി പോയിട്ടുണ്ടോ, അവർ നഷ്ടം സംഭവിച്ചവരാണ്. അവർ നരകത്തിൽ നിത്യമായി വസിക്കുന്നവരാണ്. അതായത് തിന്മ അധികരിച്ചിട്ടുണ്ടോ അവൻ നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാണ്? നരകാഗ്നി അവരുടെ മുഖങ്ങൾ കരിച്ചു കളയുന്നതാണ്. അവരതിൽ പല്ലിളിച്ചവരായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനും നിങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രീതിയിലുള്ള വിശ്വാസവുമായി മുന്നോട്ട് പോകാതെ യഥാർത്ഥമായ അല്ലാഹുവിൽ തൗഹീദിൽ അധിഷ്ഠിതമായ ഈ ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പോറ്റിപ്പോരുന്ന ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്നും ആ പ്രപഞ്ചനാഥൻ എന്താണോ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അവനെ ആരാധിക്കുവാനും അവനോട് സഹായം ചോദിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ മാത്രം ആരാധിക്കുവാനും അതായിരിക്കണം യഥാർത്ഥ വിജയം. ആ ഒരു പാതയാണ് സത്യമായ പാതയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണം ആസന്നമാകുന്നതിന് മുമ്പ് യഥാർത്ഥ തമ്പുരാനിലേക്ക് അടുക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. ഇവിടെ വിജയത്തിലേക്കാണ് വിളിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം. അല്ലാതെ ഹൂറിലിംഗങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുട്ടായിക്ക് മുടന്തയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് എനിക്ക് വേണ്ട, ചാവേറാകാൻ ഞങ്ങൾ പറ്റുന്നു, ചാവേറാകുന്നവരാകട്ടെ, ബോംബുകൾ പൊട്ടിക്കുന്നവർ പൊട്ടിക്കട്ടെ. എടോ മനുഷ്യ, നിന്റെ ജനനത്തിനും നിന്റെ മരണത്തിനും അതുപോലെ തന്നെ നിനക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതായ നാഥൻ പടച്ച തമ്പുരാൻ അവന് വേണ്ടി അവന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി പ്രയത്നിക്കുക. ഇപ്പൊ 5 പേരെ കൊന്നു, അവനൊരു മുസ്ലിമാണ്. ഈ മുസൽമാൻ കൊന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് ആ മുസ്ലിങ്ങൾ വന്നെന്ന് പറയും. എന്നിട്ട് മറ്റുള്ളവർ എത്ര കൊലപാതകം നടത്തിയാലും പ്രശ്നമല്ല. ആര് കൊലപാതകം നടത്തിയാലും ആര് ആത്മഹത്യ ചെയ്താലും തെറ്റ് തന്നെ.
മുസ്ലിങ്ങൾക്ക് മാത്രമേ ആത്മഹത്യ എന്ന് പറയുന്നത് എല്ലാ മതത്തിലും തെറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യുക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ തന്റെ ദൈവത്തെക്കുറിച്ച് സ്വമേധയാ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവൻ ആ തമ്പുരാനെ മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ ശരീരത്തിന്റെ അവസ്ഥകളും ആ ശരീരത്തിന്റെ ആ ഒരു ക്രിയേഷൻ, അതിന്റെ സൃഷ്ടിപ്പും മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ റബ്ബിനെ മനസ്സിലാക്കി. അങ്ങനെ ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യണം. ഒരു വല്ലപ്പോഴും ഞായറാഴ്ചകളിൽ പള്ളി പോയി ദൈവത്തെ ആരാധിക്കുകയോ അല്ലെങ്കിൽ 350 വർഷം അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു വെള്ളത്തിൽ പോയി മുങ്ങിയാലൊന്നും സഹോദര ഒന്നും ലഭിക്കില്ല. അത് മതിയെന്ന് തോന്നലുകളാണ്. അത് ആര് പറഞ്ഞു? കുംഭമേളയിൽ ആ വെള്ളത്തിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി. അതിനുവേണ്ടി അടുത്ത കുംഭമേള, ഇതിനിടയിൽ എത്ര ആളുകൾ മരിച്ചുപോയി. അപ്പൊ ആ ഭാഗ്യമൊന്നും അവർക്ക് കിട്ടിയില്ലേ? അവരെന്ത് ചെയ്യും? വർഷത്തിൽ ഒരിക്കൽ ഈ കുംഭമേള നടക്കും. ഇത്ര വർഷം അപ്പൊ എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. കുംഭമേള എന്താണെന്ന് അതിന്ന് പോലും കണ്ടിട്ടില്ല. സഹോദരന്മാരെ, ഇതൊക്കെ വെറും മനുഷ്യ ജൽപ്പനങ്ങളാണ്. അതൊന്നും അല്ല വിശ്വാസം. ആ വെള്ളത്തിൽ മുക്കി എഴുന്നേൽപ്പിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി വിറച്ച ശരീരത്തോടുകൂടി ആ കുഞ്ഞു വന്നു. അപ്പൊ അതിനെ കമന്റിടുമ്പോൾ അത് ചെയ്തത് വെറും ഒരു വിശ്വാസത്തിന്റെ പരമായ അന്ധവിശ്വാസമാണ് ആ കാണിച്ചത്. അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ? അത് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? ആര് പറഞ്ഞു? കുംഭമേളയിൽ തുണിയില്ലാതെ തുള്ളാൻ ഏത് ദൈവം പറഞ്ഞു? പകുതി മുക്കാലും ആളുകളുടെ തുണി മുഴുവൻ മറ്റുള്ളവർ കാണും. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞാണ്. അല്ല സഹോദരന്മാരെ, തുണിയില്ലാതെ നടക്കുന്നത് പിശാചുകളാണ്. ആദ്യം മനസ്സിലാക്കണം. പിശാച് എന്ന് പറയുന്ന ആ സാധനത്തിന് തുണിയില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അവൻ നന്മയുടെ ഭാഗമാണ്. ആദ്യം മനസ്സിലാക്കണം. ഈശ്വരൻ എന്ന് പറയുന്നത് നന്മയാ, തുണിലാണക്കണല്ല ഈശ്വരൻ. ഉടനെ പറയും ഹജറുൽ അസ്വദ് മുത്തുന്നില്ലേ? എന്തെങ്കിലും വിമർശനം വരുമ്പോ പറയുകയാണ് ഏറ്റവും വലിയ വിഗ്രഹാരാധകരാണ് മുസ്ലിങ്ങൾ. കഅബയിൽ ഒരു കല്ലിരിപ്പുണ്ട്. എടോ മനുഷ്യ, അത് എന്താണെന്ന് ആദ്യം പഠിക്കണം. കഅബ ശരീഫിനെ ആരാധിക്കലാണോ? ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ പിതാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പിതാവ് എന്തെങ്കിലും ഒരു സമ്മാനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്ന തന്റെ പിതാവ് ഒരു വാച്ച് തന്നു കഴിഞ്ഞാൽ ആ വാച്ചിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ അതിനെ മുത്തം വയ്ക്കാറുണ്ട്. എന്റെ വാപ്പ തന്നതാണ്, എന്റെ അച്ഛൻ തന്നതാണ്. അല്ലെങ്കിൽ കാമുകി എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാമുകിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അത് കയ്യിലുണ്ടെങ്കിൽ ആ കാമുകിയുടെ കാര്യം ഓർക്കുമ്പോൾ അതിനെ ഒന്ന് സ്പർശിക്കുകയോ നെഞ്ചോട് ചേർക്കുകയോ ചെയ്യാറുണ്ട് കാമുകന്മാർ. അത് കാമുകിയാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ആരാധനയല്ലത്, അത് സ്നേഹവും ബഹുമാനവുമാണ് സഹോദരന്മാരെ. ഇവിടെ ഏതെങ്കിലും മനുഷ്യൻ കഅബാലയത്തിൽ വെച്ചിരിക്കുന്ന കല്ലിന്റെ അടുക്കൽ ചെന്ന് കല്ലേ എന്നെ സഹായിക്കണമെന്ന് ഒരിക്കലും പറയാറില്ല. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ മഹത്വമുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് സ്പർശിക്കൽ, അതിനെ ഒന്ന് ചുംബിക്കൽ, അത് ബഹുമാനത്തിന്റെ ഭാഗമായി. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിനെ ചുംബിച്ച സമയത്ത് പറഞ്ഞത്, ഹേ കല്ലേ, നീ നിസ്സാരനായ ഒരു നിർജീവ വസ്തുവാണ്, പക്ഷെ നിന്നെ ഞാൻ ചുംബിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ